വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. NMMS പരീക്ഷയുടെ ഒരു മോഡല് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതിയെടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. സിഗാർഡിന്റെ ഈ വർഷത്തെ NMMS പരീക്ഷയുടെ മോക്ക് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂരിലെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ റെഡിയായി വണ്ടി എടുത്ത് നേരിട്ട് സിഗാർഡിന്റെ സെൻറ്ററിലേക്ക് യാത്രയായി. സെൻറ്ററിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി സെൻറ്ററിലെത്തിയപ്പോൾ തന്നെ കുട്ടികൾക്ക് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. നേരിട്ട് ക്യാബിനിലെത്തി അങ്ങനെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ആയിരുന്നു. 9:30 മുതൽ 11:30 വരെയാണ് മാറ്റിൻ്റെ പരീക്ഷ. 9:30 മുതൽ 10 മണി വരെ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. 10 മണിക്ക് കൃത്യം പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. പരീക്ഷയ്ക്ക് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്താറുണ്ട്. ആദ്യത്തെ മോക്ക് ടെസ്റ്റും സെക്കൻഡ് മോക്ക് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, മാറ്റിൽ വ്യത്യാസം തോന്നുന്നുണ്ടോ? സിമ്പിൾ ആണോ? ഇതാണോ സിമ്പിൾ? ആദ്യത്തെ ആയിരുന്നു സിമ്പിൾ, ഇത് സിമ്പിൾ ആണോ? ഓക്കെ. NMMS മാറ്റ് സിമ്പിൾ ആയിരിക്കും. ഇതുപോലുള്ള രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആയിരുന്നു ഇത്. ആദ്യ മോക്ക് ടെസ്റ്റിനെ അപേക്ഷിച്ച് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് കുട്ടികൾക്ക് വളരെ ഈസി ആയിരുന്നു. കുട്ടികൾക്ക് ആ പാറ്റേണൊക്കെ മനസ്സിലായി വന്നു രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആയപ്പോഴേക്കും. ഉച്ചയ്ക്ക് അധികം നേരം ഭക്ഷണം കഴിക്കാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ട് ഒരു ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം സാറ്റിൻ്റെ എക്സാം തുടങ്ങി. സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അതിനുശേഷം കുട്ടികളുടെ എക്സാമിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു. എൻ്റെ മോക്ക് ടെസ്റ്റ് വളരെ എളുപ്പമായിരുന്നു. മാറ്റ് സാറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എന്നാലും കുറച്ച് പാടായിരുന്നു. മാത്സ് ഒക്കെ കഠിനാധ്വാനമാണ് വിജയത്തിലേക്കുള്ള മുന്നോടിയെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്നായിരുന്നു. നല്ല പരീക്ഷയായിരുന്നു. മുമ്പത്തേനേക്കാളും കുറച്ച് പാടുണ്ടായിരുന്നു. ഇപ്പോ ഒരു 5 മണിക്കൂർ പഠിച്ചാൽ കിട്ടാവുന്നതാണ്. രാവിലെ നേരത്തെ എനിക്ക് പിന്നെ രാത്രി കുറച്ചേരം പഠിച്ചാൽ എഴുതുന്ന സമയത്ത് ഒരു എക്സാം എഴുതുന്ന പോലത്തെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു എക്സാം എഴുതുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടി. ഈ പരീക്ഷ കൊണ്ട് മനസ്സിലായി എൻ്റെ പഠിപ്പിന്റെ നിലവാരം. സോ ഇനി നന്നായി പഠിക്കും, എല്ലാവരും നന്നായി പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. NMMS പരീക്ഷയുടെ ഒരു മോഡല് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതിയെടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു, എന്നാലും ഒരു ഇച്ചിരി അവിടെ ഇവിടെ കേട്ട് അതെ, എൻ്റെ ഏകദേശം അത് തന്നെയാണ്. മാത്സ് ഒക്കെ പിന്നെയും രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എളുപ്പമായി എന്ന് തോന്നി, പക്ഷെ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് NMMSന്റെ രീതി മനസ്സിലായി. ഓരോ എക്സാം കഴിയുമ്പോഴും കുട്ടികളുടെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. റിയൽ എക്സാമിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊക്കെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. NMMS എക്സാം എന്നുള്ളത് സാധാരണ 8ാം ക്ലാസ്സിലെ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ നിലവിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ഹൈ ആയിട്ട് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിന് ശേഷം നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ അവർക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ. താങ്ക് യു.